17-ാം വാക്യം ഇപ്രകാരം പരിശുദ്ധാത്മാവ് പറയുന്നു: ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് ഘോഷിക്കുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനം അതിൻ്റെ 2:9 പ്രകാരം പറയുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പ്രകാരം പറയും: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവീക സത്യം പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവ്, എന്തിനാണ് നീ എന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ: വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം. കർത്താവായ യേശുക്രിസ്തു താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ആകയാൽ പുറപ്പെട്ടു പോകുവിൻ, സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നിയോഗം, അത് നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒന്നിനും, ഒരു പിശാചിനും, ഒരു കടബാധ്യതയ്ക്കും നിങ്ങൾ തകർക്കാൻ പറ്റത്തില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.